നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ കാത്തിരുന്നതുപോലെ തന്നെ KCETയുടെ അഡ്മിഷൻ ടിക്കറ്റുകൾ വന്നിട്ടുണ്ട്. അതായത് ഹോൾ ടിക്കറ്റുകൾ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ KEയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും പാസ്വേഡും അടിച്ചു കഴിഞ്ഞ് അതുപോലെ തന്നെ നിങ്ങൾ അതിൻ്റെ അകത്ത് ക്യാപ്ച കോഡും കൂടെ നൽകി കഴിഞ്ഞാൽ നിങ്ങളുടെ OTP ഈ പറയുന്നത് പോലെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് ലഭിക്കുന്നതാണ്. ആ OTP കൂടെ നൽകിയാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോഴാണ് അതിനകത്ത് മനസ്സിലാക്കുന്നത് ഏത് സെന്റർ ആണ്, ഏത് സ്കൂൾ അല്ലെങ്കിൽ എക്സാക്ട്ലി എക്സാം സെന്റർ എവിടെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. അപ്പോൾ പല കുട്ടികളും ഫസ്റ്റ് ഓപ്ഷൻ ബാംഗ്ലൂർ, സെക്കൻഡ് ഓപ്ഷൻ മംഗലാപുരം അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മിക്കവാറും വരുന്ന കുട്ടികൾക്കെല്ലാം തന്നെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ പറയുന്നത് പോലെ സെന്ററുകൾ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് 16-ാം തീയതിയും 17-ാം തീയതിയും പരീക്ഷകൾ നടക്കുന്നുണ്ട്. അപ്പോൾ 2 ദിവസത്തെ പരീക്ഷകൾ നിങ്ങൾ മസ്റ്റായിട്ടും അറ്റൻഡ് ചെയ്യണം. അപ്പോൾ 15-ാം തീയതി എങ്കിലും ഈ സെന്ററുകളിൽ എത്തിച്ചേരുക അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷനിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം നമ്മൾ എക്സാംസ് തുടങ്ങുന്ന 1 മണിക്കൂർ മുന്നേ, ഏകദേശം 9 മണിക്ക് മുന്നേ തന്നെ നിങ്ങൾ എക്സാം സെന്ററുകളിൽ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അന്നത്തെ ദിവസം രാവിലെ 16-ാം തീയതി രാവിലെ വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒരു 90% കുട്ടികളെങ്കിലും ആദ്യമായിട്ടായിരിക്കും ബാംഗ്ലൂർ അല്ലെങ്കിൽ കർണാടകയിലേക്കൊക്കെ വരിക. അപ്പോൾ തീർച്ചയായിട്ടും അന്നത്തെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ സെന്ററുകൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന മെയിൻ സിറ്റിയുടെ അവിടെ നിന്നും എത്രത്തോളം, അല്ലെങ്കിൽ നിയർ ബൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അങ്ങോട്ടേക്ക് എത്രത്തോളം ദൂരമുണ്ടെന്നുള്ളത് നിങ്ങൾ ഗൂഗിൾ മാപ്പ് വഴിയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ എത്ര ദൂരം, എത്ര ഡിസ്റ്റൻസ്, എത്ര കിലോമീറ്റർ ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ ട്രാവൽ അറേഞ്ച്മെന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അക്കോമഡേഷൻ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സാം സെന്ററിനോട് നിയർ ബൈ ആയിട്ടൊക്കെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, അതായത് ട്രാവൽ ഫെസിലിറ്റീസ് ഇനിയും നിങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റോ അല്ലെങ്കിൽ ബസ് ടിക്കറ്റോ ഒന്നും ലഭിക്കാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയത്ത് നിന്ന് നമുക്ക് ബാംഗ്ലൂരിലേക്കൊക്കെ ട്രാവൽ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതിൽ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഫോംസ് നൽകിയിട്ടുണ്ട്. അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതുമായിരിക്കും. അതിൻ്റെ ഇൻഫർമേഷൻസ് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നതുമായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു സമയത്ത് നിങ്ങൾ ട്രാവൽ പ്ലാനുകളും അക്കോമഡേഷൻ ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ KCET എക്സാംസ് എങ്ങനെയാണ് തയ്യാറെടുക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ വരുന്ന ദിവസങ്ങൾ കൂടുതൽ അപ്ഡേറ്റുകൾ നൽകുന്നതാണ്. അത് മാത്രമല്ല, ഈ ഒരു സമയം KCET അപ്ലൈ ചെയ്യാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്ലാൻ B ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജുകൾ നിങ്ങൾ അഡ്മിഷൻസ് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോഴും പല കോളേജുകളിലും മാനേജ്മെന്റ് സീറ്റ്, KCET വേണ്ടാത്ത മാനേജ്മെന്റ് സീറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ട് കഴിഞ്ഞാൽ, അഥവാ നിങ്ങൾക്ക് കേരളത്തിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു 90% ബോർഡർ ലൈനിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ അഡ്മിഷൻ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് റീഫണ്ടബിൾ ആയിട്ട് മാറ്റുന്ന ഓപ്ഷൻസും ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കാം. ഏതാനും ചില കോളേജുകളാണ് ഈ റീഫണ്ടബിൾ ഓപ്ഷൻസിലേക്ക് മാറ്റാൻ സാധിക്കുക. അപ്പോൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള നല്ല കോളേജുകളിൽ നിങ്ങൾക്ക് സീറ്റ് പ്രീ ബുക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, KCET എക്സാം എഴുതാത്ത കുട്ടികൾ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരു കോളേജ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. കാരണം നമുക്കറിയാം 16-17 തീയതികൾ പരീക്ഷ എഴുതുവാനായിട്ട് നിരവധി കുട്ടികളാണ് കർണാടകയിലെ പല ഭാഗത്തേക്കും പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന കോളേജുകളിലേക്കൊക്കെ ഇടിച്ചു തള്ളി കയറി ചെല്ലുമ്പോഴത്തേക്കും ഫീസ് ക്രമാതീതമായിട്ട് മാനേജ്മെന്റുകൾ ഉയർത്താനുള്ള സാധ്യതകളുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന മാനേജ്മെന്റ് സീറ്റുകളൊക്കെ പെട്ടെന്ന് തന്നെ ഫില്ലാകാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നഴ്സിംഗ് ഡയറീസിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ റെപ്യൂട്ടഡ് അല്ല നല്ല നഴ്സിംഗ് കോളേജുകൾ ഈ പറയുന്ന പോലെ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.